വർക്കരയിൽ സൂര്യാഘാതമേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഇടവ സ്വദേശി ഷൈനാണ് മരിച്ചത്. പുലർച്ചെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. സനിസ ശോഭാചന്ദ്രൻ ചേരുകയാണ്. സനിസ, വീണ്ടും ഈ ഒരു ചൂട് കൂടിയിട്ട് ഒരാളുടെ ജീവൻ കൂടി നഷ്ടമാകുന്നു. എന്താണ് ആശുപത്രി അധികൃതർ പറയുന്നത്? കൂടുതൽ വിവരങ്ങൾ. ഇടവ സ്വദേശിയായിട്ടുള്ള ഷൈൻ ജോലി കഴിഞ്ഞ് മടങ്ങി വീട്ടിലേക്ക് പോകവേ റോഡിൽ കുഴഞ്ഞു വീണത്. തുടർന്ന് ആദ്യം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകുകയായിരുന്നു. യുവാവിന് സൂര്യാഘാതം ഏറ്റതാണെന്ന് ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചതോടെ വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഇന്ന് പുലർച്ചെയോടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സൂര്യാഘാതം ഏറ്റതിനെ തുടർന്ന് അവയവങ്ങളൊക്കെ പ്രവർത്തനരഹിതമായതിനെ തുടർന്നാണ് ഈ ഷൈൻ മരണപ്പെട്ടത്. ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് 36 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്, മുന്നറിയിപ്പുള്ള സ്ഥലമാണ്. പക്ഷേ മറ്റ് മുന്നറിയിപ്പുള്ള 12 ജില്ലകളേക്കാൾ താപനില കുറവ് രേഖപ്പെടുത്തിയ ഒരു സ്ഥലം കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടുത്തെ അവസ്ഥ ഇതാണ്. സൂര്യാഘാതമേറ്റ ആളുകൾ മരിക്കുന്ന ഒരു സാഹചര്യമാണ് തിരുവനന്തപുരത്തുള്ളത്. അതുകൊണ്ട് തന്നെ ചെറിയ ഒരു ശ്രദ്ധയില്ലായ്മ മതി നമ്മുടെ ജീവൻ എടുക്കാൻ. ഈ പുറത്തു പോകുമ്പോൾ പരമാവധി 10 മണി മുതൽ 3 മണി വരെ പുറത്തു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ പുറത്തു പോവേണ്ട ഈ വെൽഡിംഗ്, അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ കാര്യമാണ് വലിയ കഷ്ടം. അവർ എന്തായാലും കുടയോ തൊപ്പിയോ മറ്റോ കരുതണം, കൂളിംഗ് ഗ്ലാസ് അടക്കമുള്ളവ കരുതണം. സൂര്യാഘാതം ഏൽക്കാതിരിക്കാൻ സൂര്യാതാപം നിർജ്ജലീകരണം, വെള്ളം ആവശ്യത്തിന് കുടിക്കണം. ഇവയൊക്കെ തടയാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണം. ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ആരോഗ്യ വകുപ്പും ഒക്കെ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെറിയ ഒരു അശ്രദ്ധ കൊണ്ട് ഇത്തരത്തിൽ മരണം സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. സ്വാതി.